രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ RSSൻ്റെ 100-ാം വാർഷികമാണ്. RSSൻ്റെ 100 വർഷത്തെ യാത്ര രാജ്യത്തോടൊപ്പമാണ്. രാജ്യത്തിന് വേണ്ടിയല്ലാതെ ഒരു നിമിഷം പോലും ഒരു സംഘപ്രവർത്തകൻ ചിന്തിക്കുന്നില്ല. രാജ്യം മാത്രമാണ് ഊണിലും ഉറക്കത്തിലും. പ്രാർത്ഥിക്കുന്നത് രാജ്യത്തിന് വേണ്ടി, ചിന്തിക്കുന്നത് രാജ്യത്തിന് വേണ്ടി, ജീവിക്കുന്നതും രാജ്യത്തിന് വേണ്ടി. ഒരുപാട് പോരാട്ടങ്ങൾ രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി മാത്രം, അതിനുവേണ്ടി മാത്രം ജീവിക്കുന്ന ലക്ഷക്കണക്കിനായ മനുഷ്യരുടെ ലോകത്തിലെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയായി RSS വളർന്നു നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് മലയാളിയുടെ ഒരു പരിപ്രേക്ഷ്യത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം ഇന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചിട്ട് ഏതാണ്ട് 100 വർഷമായി. 100 വർഷത്തിനിടെ രാജ്യത്തെ ഏറ്റവും വലിയ പ്രസ്ഥാനം എന്നല്ല, ലോകത്തിലെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയായി RSS വളർന്നു. രാജ്യത്തിൻ്റെ ഭരണാധികാരം RSSുമായി ബന്ധപ്പെട്ട RSS പ്രവർത്തകരായിരുന്ന ആളുകളുടെ കയ്യിലാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവട്ടെ അനിക്സ്പ്രേ പോലെ ഒന്നുമില്ലാതായിരിക്കുന്നു. എന്തുകൊണ്ടാണ് 100 വർഷങ്ങൾക്കിടെ രൂപീകൃതമായ 2 സംഘടനകളിൽ ഒന്ന് ഹിമാലയം പോലെ വളർന്നങ്ങനെ പടർന്നു പന്തലിച്ചു നിൽക്കുമ്പോൾ ഈ പ്രസ്ഥാനം ജനങ്ങളാൽ തിരസ്കരിക്കപ്പെട്ട് എറേസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒന്ന് സമന്വയത്തിൻ്റെ പാതയിലാണ്, 2 അരാജകത്വത്തിൻ്റെ പാതയിലാണ്. ഇന്ന് ഹൊസബാളെ ഡൽഹിയിൽ പ്രസംഗിക്കുമ്പോൾ നമുക്ക് കാണാം ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ഡൽഹിയുടെ മുഖ്യമന്ത്രി, ഇവർ മുൻനിരയിലെ കേൾവിക്കാർ മാത്രമാണ്. കാരണം പ്രധാനമന്ത്രി വേദിയിലല്ലാതെ നമ്മൾ എവിടെ കാണാനാണ് ഇത്തരം ചടങ്ങുകളിലല്ലാതെ? കാരണം പ്രധാനമന്ത്രിക്കും അറിയാം അദ്ദേഹം ഒരു സ്വയം സേവകനാണ് എന്നുള്ള ഉത്തമ ബോധ്യമുണ്ട്. അപ്പോൾ ഹൊസബാളെ പ്രസംഗിക്കുമ്പോൾ പറയുന്നുണ്ട് RSSൻ്റെ മൂല്യങ്ങൾ എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ മൂല്യങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. ലളിതമായൊരു വാചകമാണ് എന്ന് തോന്നും. എന്തുകൊണ്ടാണ് അത് പറയേണ്ടി വരുന്നത്? ഭാരതത്തിലേക്ക് ഈ ഇറക്കുമതി മൂല്യങ്ങൾ ധാരാളം വരുന്നുണ്ട്, ഇപ്പോഴും വരുന്നുണ്ട്. അതാണല്ലോ നമ്മൾ ഈ ഡീപ് സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞ് ഭാരതത്തിലേക്ക് കയറ്റുമതി ചെയ്തുകൊണ്ടിരിക്കുക, ഇങ്ങോട്ട് കയറ്റുമതി ചെയ്യുക. അത് ചില ആളുകൾ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നുണ്ട്, പൈസയായിട്ടും ഒക്കെ കിട്ടുന്നുണ്ട്, ഹവാല വഴിയും ഒക്കെ കിട്ടും അവർക്ക്. ഇത് നമ്മൾ ഈ 5000 കൊല്ലം എന്നൊക്കെ പറയുന്നത് തന്നെ കുറവാണ്. കാരണം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാഗരികതയുടെ പിള്ളത്തൊട്ടിൽ ആണെന്ന് മാക്സ് മുള്ളർ പോലുള്ള ആളുകളൊക്കെ എഴുതിയിട്ടുണ്ട്. യൂറോപ്യന്മാർ പച്ചയിറച്ചി നിന്ന് കാട്ടിൽ നഗ്നരായി കഴിഞ്ഞപ്പോൾ ഇവിടെ വലിയ ലോകോത്തരമായ സംസ്കാരം ഉണ്ടായിരുന്നു. ലോകോത്തരമായ സംസ്കാരം ഉണ്ടാവുകയും അത് പിന്നെ നശിച്ചു പോവുകയും ഈ സുനാമി പോലെ ഇത് പിന്നെ നശിക്കുമല്ലോ, പിന്നെയും ഉണ്ടാവുകയും. ഇത് അതാണല്ലോ സനാതനം, ഒരിക്കലും നശിക്കില്ല. ഇത് സൈക്ലിക് എന്ന് പറയുന്നത്, ചാക്രികമാണ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് വിനയമൊക്കെ ഉള്ളത്. മറ്റേത് ഈ റോമിൻ്റെ സംസ്കാരമാണ് മുഴുവൻ ഈ കീഴടക്കിയത്, അല്ലാതെ ബ്രിട്ടൻ്റെ സംസ്കാരമോ അമേരിക്കയുടെ എന്നല്ല. ഇത് റോമിൻ്റെയാണ്. ഈ പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സിലബസിൽ ആവശ്യമില്ലാതെ പലതും പഠിക്കുന്നുണ്ട്. ഇവർ മുഴുവൻ ഈ സ്ലേവറി ഇല്ലേ, അടിമത്തം മഹത്തായ കാര്യമാണ് എന്ന് അംഗീകരിച്ചിരുന്നൊരു സംസ്കാരമാണ് ഈ റോമിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മളിവിടെ ഈ ബ്രാഹ്മിൻ ഹെജ്മണി എന്നൊക്കെ പറഞ്ഞ് ചില വിവരദോഷികൾ പലതും പറയുമല്ലോ. അടിമത്തത്തിനെ അംഗീകരിച്ചിരുന്ന സംസ്കാരമാണ് ഈ റോമിൻ്റെ സംസ്കാരം. വരേണ്യർ എന്ന് പറഞ്ഞ ആളുകളുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് മുഴുവനാണ് റോമ സാമ്രാജ്യം എന്ന് പറയുന്നതിൻ്റെ ഭാഗമാണ് പിന്നെ ബ്രിട്ടനൊക്കെ ആയിരുന്നത്. ഇതിൻ്റെ അവശേഷിപ്പുകളാണ് അവിടെ ഉണ്ടായത്. പിന്നെ അവിടെ പ്രൊട്ടസ്റ്റാൻറ്റിസം 1599 ഔദ്യോഗിക മതമായിട്ട് മാറുന്നുണ്ട്. അതായത് അവർക്ക് ഔദ്യോഗിക മതമായിട്ട് ക്രിസ്ത്യാനിറ്റി സ്വീകരിക്കാം. അത് കുഴപ്പമില്ല. പക്ഷെ നമ്മളൊക്കെ ഒരു മതം എന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമാണ്. ഇവിടെ തന്നെ നമ്മൾ ക്രിസ്ത്യാനികളായവർ ഹിന്ദു പാരമ്പര്യത്തിൽ തന്നെ തുളസിത്തറയുമായിട്ടൊക്കെയാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോഴാണ് ഇവിടെ ഉദയംപേരൂർ സോനഹദോസ് എന്ന് പറഞ്ഞിരുന്ന 1599 നടത്തിയിട്ട് ഇത് മുഴുവൻ നിരോധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ധാരാളം പുസ്തകങ്ങളൊക്കെ ഇവരുടെ വീട്ടിലൊക്കെ ഉള്ള കത്തിക്കുകയൊക്കെ ചെയ്തത്. അവരുടെ കാനോൻ അന്നത്തെ ആ നിയമങ്ങളിലൊക്കെ ഇത് എഴുതി വെച്ചിട്ടുണ്ട്. ആ നിയമങ്ങളൊക്കെ നമ്മൾ നോക്കണം, എന്നിട്ട് ഇതൊക്കെ കത്തിക്കുക. ഇതിനൊക്കെ പകരം നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, നമുക്ക് ഹിന്ദു മതം എന്ന് പറഞ്ഞാൽ സംഘടിത മതമല്ല എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ വൈഷ്ണവ മതം, ശൈവ മതം എന്നൊക്കെ പറഞ്ഞ് ഉണ്ടായിരുന്നത് മുഴുവൻ ചേർത്തിട്ട് നമ്മളൊരു സമന്വയ പാത
നമ്മൾ സ്വീകരിക്കുകയാണ് ചെയ്തത്. എല്ലാത്തിൽ നിന്നും നമ്മൾ നല്ലതെടുത്തു. എന്നിട്ട് നമുക്ക് അദ്വൈതം എന്ന് പറഞ്ഞിട്ടൊരു ചിന്താ പദ്ധതിയുണ്ട്. ഈ അദ്വൈത ചിന്താ പദ്ധതി എവിടെയെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ? നമ്മൾ ഇതൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട്, ഈ മാർക്സിസവും വേണ്ടാന്ന് വെച്ചിട്ട് നോക്കുമ്പോഴാണ് ഇത് എന്തൊരു മഹത്തായ സംഭവമാണ്. ഇതാണ് ഈ സമന്വയം എന്ന് പറയുന്നത്. ദ്വൈതമായി കാണുന്നത് മുഴുവൻ എല്ലാം അത് മായയാണ് നമ്മൾ പറയുകയാണ്. ഈ ശരിയാണല്ലോ. എന്നിട്ട് എല്ലാം കൂടി ഒരു പ്രാപഞ്ചിക സത്യം ഒന്നേ ഉള്ളൂ എന്ന് നമ്മൾ പറഞ്ഞിട്ട് അദ്വൈതത്തിൻ്റെ പാതയിൽ. ഇന്നലെ ഞാൻ ഈ പരമഹംസ യോഗാനന്ദയുടെ അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗി എല്ലാവരും വായിച്ചിട്ടുണ്ടാവും. അദ്ദേഹത്തിൻ്റെ ഒരു ബയോഗ്രഫി സ്വാമി ക്രിയാനന്ദ എഴുതിയത് ഞാൻ നോക്കി നടക്കുന്നുണ്ടായിരുന്നു. അത് മിനിഞ്ഞാന്ന് കിട്ടി. അത് വായിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ശിഷ്യൻ ഒരു ഡെൻറ്റിസ്റ്റാണ് അമേരിക്കയിലെ. അപ്പോൾ അങ്ങേര് വന്നിട്ട് എനിക്ക് ഇങ്ങനെ പല പ്രശ്നങ്ങളും തോന്നുന്നുണ്ട്, ബൈബിളിൽ ഒരു വാചകത്തിനെ പറ്റി എനിക്ക് സംശയമുണ്ട്, ഇത് ഒന്ന് വിശദീകരിക്കാമോ എന്ന് ചോദിച്ചു. ബൈബിളിലെ വാചകം മത്തായി 6:22. അത് മലയാളം എടുത്തു കഴിഞ്ഞാൽ, ഞാൻ മലയാളം എടുത്തു നോക്കുമ്പോൾ പരിഭാഷ ശരിയല്ല, ശരിയാവില്ല. അത് ക്രിസ്ത്യാനിറ്റി മാത്രം പഠിച്ചാൽ, ഇഫ് ദൈൻ ഐ ബി സിംഗിൾ thy whole body shall be full of light. If thine eye be single, thy whole body shall be full of light. ഇതാണ് വാചകം. ഇത് മലയാളം ബൈബിളിൻ്റെ പരിഭാഷയൊക്കെ എടുത്ത് നോക്കുമ്പോൾ നീ ഒറ്റക്കണ്ണനാണെങ്കിൽ എന്നൊക്കെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കും. അപ്പം നമ്മളുടെ ഈ അദ്വൈതം വെച്ചാകുമ്പോൾ ഇത് വളരെ എളുപ്പമാണ്. നിന്റെ കണ്ണ് ഏകമാണെങ്കിൽ, ഏകം എന്നുള്ള വാക്ക് വരുമ്പോൾ സംഗതി കൃത്യമായിട്ട് നമുക്ക് അതിൻ്റെ അർത്ഥം കിട്ടും. നിന്റെ കണ്ണ് ഏകമെങ്കിൽ നിന്റെ ശരീരം പ്രകാശം നിറഞ്ഞിരിക്കും. എന്നിട്ട് പരമഹംസ യോഗാനന്ദ ഞാൻ വിശദീകരിക്കാം. ഈ പായയിലിരിക്കും എന്ന് പറഞ്ഞിട്ട് ഈ നെറ്റിയിൽ തൊടുകയാണ്. അപ്പോൾ ഭയങ്കരമായൊരു പ്രകാശം ശരീരം മുഴുവൻ. ഇദ്ദേഹം പവർഫുൾ ആയിട്ടുള്ള ഒരാളാണല്ലോ. അപ്പോൾ ഇയാൾക്ക് കാര്യമൊക്കെ മനസ്സിലാകുന്നുണ്ട്. അത് ഈ ഏകം എന്ന് പറയുന്നത്, ഇപ്പോൾ ശ്രീനാരായണ ഗുരു ഒരു ജാതി ഒരു മതം എന്ന് പറഞ്ഞാലും ഇത് ഏകം എന്ന് മനസ്സിലായാൽ, ഈ ഫിലോസഫിക്കൽ ടേം ഏകം എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാവുള്ളൂ. ഏകം എന്നാണ് പറയുന്നത്, അദ്ദേഹം അദ്വൈതമാണ് പറയുന്നത്. എന്ന് പറയുന്നതാണ് ഈ സമന്വയത്തിൻ്റെ ചിന്താ പദ്ധതി എന്ന് പറയുന്നത്. നമ്മുടെ വേദത്തിൻ്റെ ചിന്താ പദ്ധതി അതാണ് RSSന്റെ മുഖമുദ്ര. രാമായണം നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ സാഹിത്യം പഠിക്കുമ്പോൾ ഈ സാഹിത്യ ക്രിറ്റിസിസം, പ്രത്യേകിച്ച് ഇംഗ്ലീഷിൽ, ഈ മലയാളത്തിലെ ഈ സാഹിത്യ വിമർശകർ പറഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. അവർ മാർക്സിസമൊക്കെ പറയുള്ളൂ. നല്ല സാഹിത്യ വിമർശകരൊക്കെ ഇംഗ്ലീഷിലുണ്ട്. അത് വെച്ച് നമ്മൾ രാമായണം നോക്കുക, വാൽമീകി രാമായണം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു പ്രസംഗമുണ്ട് ഒരു സ്ഥലത്ത്, അതിനുവേണ്ടി നോക്കിയതാണ്. ഇത് ഒരു സാഹിത്യ കൃതിയിലെ കീവേഡ്, മുഖ്യ വാക്ക് എന്താണെന്ന് നോക്കുക. തുടർച്ചയായിട്ട് നിരന്തരമായിട്ട് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എന്താണെന്ന് നോക്കുക. അപ്പോൾ നമുക്ക് കൃതി മനസ്സിലാവും എന്നുള്ളൊരു വിമർശന പദ്ധതിയാണ്. വാൽമീകി രാമായണം എടുത്ത് നോക്കുകയാണെങ്കിൽ മുട്ടിന് വരുന്ന വാക്ക് ധർമ്മം എന്നാണ്. ഈ ധർമ്മമാണ് രാമായണത്തിൻ്റെ കീവേഡ്. വാൽമീകി രാമായണത്തിൽ എല്ലായിടത്തും ധർമ്മം 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 എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഓരോ ആൾ പറയുമ്പോഴും അദ്ദേഹം ധർമ്മചാരിയായിരിക്കും, അവർ ധർമ്മചാരിണിയായിരിക്കും. പിന്നെ രാജാവ് ആൾ ധർമ്മചാരി, പ്രജകളും പറയുന്നത് അദ്ദേഹം ധർമ്മചാരിയാണല്ലോ എന്നാണ്. ഈ ധർമ്മത്തിന് സത്യത്തിൽ ഇംഗ്ലീഷില്ല, തത്തുല്യമായ വാക്കില്ല. അതൊരു ഇന്ത്യൻ കൺസെപ്റ്റാണ്. അപ്പം നമ്മൾക്ക് ഇങ്ങനൊരു ചിന്താ പദ്ധതി ഉള്ളതുകൊണ്ട് ഇപ്പോൾ RSSന്റെ രൂപവൽക്കരണ കാലം നമ്മൾ നോക്കുകയാണെങ്കിൽ, മാപ്പിള ലഹളയിൽ ഹിന്ദു വംശഹത്യ ഭയങ്കരമായി നടന്നിട്ട് മൂഞ്ച് ഡോക്ടർ ജിയെ പോയി നാഗ്പൂരിൽ കാണുന്നുണ്ട് ആ കാലത്ത്. എന്നിട്ട് നമ്മൾ എന്താണ് ചെയ്യുക എന്നൊക്കെ ആലോചിച്ചിട്ട്, സത്യത്തിൽ ആദ്യത് മൂഞ്ചയുടെ മനസ്സിലാണ് ഇങ്ങനെ ഹിന്ദുക്കൾക്കൊരു സംഘടന എന്നൊക്കെ പറഞ്ഞു വരുന്നത്. അതിനെ തുടർന്ന് അതിൻ്റെയും കൂടി ഫലമാണ് സത്യത്തിൽ കേരളത്തിൽ ഉണ്ടായ ഒരു ഇവിടെയുണ്ട് കെടുതിയുടെയും കൂടി ഫലമായിട്ടാണ് RSS ഉണ്ടാകുന്നത്. ഏതായാലും RSSന്റെ ഈ മുദ്രാവാക്യം എന്ന് പറയുമ്പോൾ രാഷ്ട്രമാണെല്ലാം, സേവനം, സമർപ്പണം, അതുല്യമായ അച്ചടക്കം, ഇത് മൂന്നും
മുൻനിർത്തിയാണ് RSS പ്രവർത്തിച്ചിട്ടുള്ളത്. RSS ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല. അധികാരത്തിലെത്താൻ വേണ്ടിയോ അധികാരം പിടിക്കാനോ വേണ്ടിയോ RSS ഒന്നും ചെയ്തില്ല. എനിക്ക് തോന്നുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞിട്ട് അവരുടെ കേവലമായ ലക്ഷ്യം അധികാരം പിടിക്കുക എന്നുള്ളത് മാത്രമായി. അതുകൊണ്ടാണോ ഇത്? മാത്രമല്ല, ഭാരതീയമായ സംസ്കൃതിയെ, നമ്മുടെ പാരമ്പര്യത്തെയൊക്കെ നിരസിച്ചുകൊണ്ട് വൈദേശികമായ ഒരു ബ്രാൻഡായിട്ട് മാറി നിന്നതുകൊണ്ടാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിലൊന്നും അല്ലാതെ? അവർ മാറി നിൽക്കുക മാത്രമല്ല അവർ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ യൗവനത്തിലൊക്കെയാണല്ലോ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭയങ്കരമായിട്ട് ഇങ്ങനെ വരുന്നത്. അതിന് തൊട്ട് മുമ്പാണ് ഈ 1957 എന്നൊക്കെ പറയുന്നത്. അവരിതിനെ സംഹരിക്കുകയും കൂടി ചെയ്തു. ഭാരതീയ പൈതൃകത്തിനെയൊക്കെ സംഹരിക്കുകയും നമ്മുടെ ക്ഷേത്രങ്ങൾ ഇപ്പോഴാണല്ലോ നിങ്ങളുടെ വീടിൻ്റെ അടുത്തും എൻ്റെ വീട്ടിൻ്റെ അടുത്തും ഒക്കെ ഈ പട്ടി മൂത്രമൊഴിക്കുന്ന ക്ഷേത്രങ്ങൾ, അതായത് ജീർണിച്ച ക്ഷേത്രങ്ങൾ, ഉപേക്ഷിക്കപ്പെട്ട ക്ഷേത്രങ്ങൾ ധാരാളം നമ്മൾ നമ്മുടെ യൗവനത്തിൽ കാണുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ഇപ്പോൾ പച്ച പിടിച്ച ഓരോ സ്ഥലത്തും വരുന്നില്ലേ? അതൊക്കെ ഉപേക്ഷിക്കപ്പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം കമ്മ്യൂണിസമായിരുന്നു. അതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മലബാറിൽ നിന്നുള്ള കുറേ സീറ്റ് അത് പറയണമല്ലോ 1957 കിട്ടുന്നുണ്ടല്ലോ. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ്സിൽ വിശ്വാസം നശിച്ചുപോയി. മലബാറിലെ ജനതയ്ക്ക് പ്രത്യേകിച്ച് കോൺഗ്രസ്സിലെ വിശ്വാസം നശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിൽ പോയി ചേർന്നു. മാപ്പിള ലഹള അങ്ങനെയാണ് ഉണ്ടായതെന്ന് അവിടുത്തെ ഹിന്ദുക്കൾക്ക് മനസ്സിലായി. കോൺഗ്രസ് നശിച്ചെടുത്ത് പൊന്തിയതാണ് ഈ കമ്മ്യൂണിസം. കോൺഗ്രസിൻ്റെ വലിയ നയ പാളിച്ചയിൽ നിന്ന്, വ്യതിയാനത്തിൽ നിന്ന് ഗാന്ധിയാണ് ഉത്തരവാദി. പിന്നെ അദ്ദേഹം ചൗരിക്ക് ശേഷമൊക്കെ നിസ്സഹകരണ പ്രസ്ഥാനമൊക്കെ അവസാനിപ്പിക്കുകയൊക്കെ ചെയ്തു. എന്തായാലും അങ്ങനെ കോൺഗ്രസ് കുറേയൊക്കെ ഇത് കൊണ്ടു നടക്കുന്നുണ്ടായിരുന്നു. കോൺഗ്രസ് നശിച്ചെടുത്ത് ആണ്. പിന്നെ ഈ ജന്മിയെ പിഴിയണം. ജന്മിയുടെ ഈ നാളികേരമൊക്കെ പത്തായത്തിലൊക്കെ ഇട്ടിട്ടുണ്ടാവുമല്ലോ. ഈ ജന്മിയുടെ പത്തായം മുഴുവൻ പൊളിച്ച് ഈ നാളികേരമൊക്കെ കൊള്ളയടിച്ചുകൊണ്ട് പോകുന്നതൊക്കെയാണ് ആ കാലത്തെ വിപ്ലവം. ഇതൊക്കെ തന്നെയാണ് വലിയ വിപ്ലവമായിട്ട് കരുതിയിരുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ദ്വൈതം ആണ് ഈ മാർക്സിസം എന്ന് പറയുന്നത്. ക്രിസ്ത്യാനിറ്റി വേണമെങ്കിൽ നമുക്ക് അദ്വൈതമായിട്ട് വ്യാഖ്യാനിക്കാൻ പറ്റും. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ത്രയം, ഇതൊന്നാണെന്നൊക്കെ നമുക്ക്, അത് അവരുടെ തന്നെ ആളുകളും ഒക്കെ ഈ സെയിൻറ്റ് അഗസ്റ്റിൻ്റെ ഒക്കെ സിദ്ധാന്തമൊക്കെ എടുത്ത് നോക്കിയാൽ, ഫിലോക്കാലിയ എന്ന് പറഞ്ഞ 3 ഭാഗമുള്ള പുസ്തകമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അവിടെ കുറേ ആളുകൾ ഇരുന്നിട്ട് ഇതിങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ ശ്രമിച്ചതായിട്ട് നമുക്ക് മനസ്സിലാവും. പക്ഷെ ഇത് നമുക്ക് പറ്റില്ല. കാരണം ഇതിൻ്റെ അടിസ്ഥാനം തന്നെ വിഭജനമാണ്. അടിമയും ഉടമയും എന്നുള്ള വിഭജനമാണ്. ഇത് അദ്വൈതം എന്ന് പറഞ്ഞ ചിന്താപദ്ധതിയായിട്ട് നിരക്കുന്ന ഇൻക്ലൂസീവ് അല്ല, എക്സ്ക്ലൂസീവാണ്. അതും ഇസ്ലാമും. അതുകൊണ്ട് ഇസ്ലാമും ഇതും തമ്മിൽ പലപ്പോഴും കൈകോർക്കുന്നതും കാണാം. രണ്ടിന്റെ സ്വഭാവം എന്നാണ്. ഇസ്ലാം ബേസിക്കലി ഈസ് പ്രോലിറ്റേറിയറ്റ് എന്ന് സ്റ്റാലിനും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം രണ്ടിന്റെ സ്വഭാവം, വർഗ സ്വഭാവം ഒന്നാണ്. മറ്റുള്ളവനെ അകറ്റി നിർത്തുക, തങ്ങളോട് ചേരാത്തവനെ തമസ്കരിക്കുക, നിഗ്രഹിക്കുക എന്നുള്ളതാണ് ഇസ്ലാമും കമ്മ്യൂണിസവും പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കേരളത്തിൽ ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ മേധാവിത്വം ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ, ഇപ്പോൾ ത്രിപുരയും പശ്ചിമ ബംഗാളും അവർ ഭരിച്ചിരുന്നു. എന്നാൽ പോലും ഭരണം കിട്ടിയില്ലെങ്കിൽ പോലും പല സംസ്ഥാനങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ സ്വാധീനം ഉണ്ടായിരുന്നു. CPM-നേക്കാളും. ഇപ്പോൾ CPI എന്നുള്ള പാർട്ടി പോലും ഇല്ല. ഇപ്പോൾ ആളുകൾ കളിയാക്കി പണ്ട് പറയുമായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ മാത്രമേ ചുവന്ന കൊടി കാണാനുള്ളൂ. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനുകളിലും ഇപ്പോൾ സിഗ്നൽ ലൈറ്റൊക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പ്രസ്ഥാനം കഴിഞ്ഞ 100 വർഷം കൊണ്ട് അവർ പ്രവർത്തിച്ച് ഇല്ലാതായി. സംഘം വളർന്ന് ഓരോ വീടുകളിലും പുതിയ വീടുകളിലേക്ക്, ആളുകളിലേക്ക്, മനസ്സുകളിലേക്ക് സംഘം അങ്ങ് വ്യാപരിക്കുകയാണ്. സംഘത്തിന് വലിയ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സത്യത്തിലൊരു പുഴ പോലെയാണ്. അതൊരു സംഘടനയായിട്ട് തന്നെ അവർ പറയാറില്ല. അവര് ആഘോഷം എന്ന് പറയുന്നില്ല. 100 വർഷം വേറെ ഏതെങ്കിലും സംഘടനയാണ് എന്ത് വലിയ ആഘോഷമായിരിക്കും അല്ലേ നാട്ടിലൊക്കെ. ആഘോഷം എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിക്കുന്നില്ല അവര്. അത് ഇങ്ങനെ ആചരിച്ച് നമ്മളിങ്ങനെ പോകുന്നു എന്നുള്ളതാണ്. പിന്നെ നമുക്ക് പരിചയമുള്ള ധാരാളം സ്വയം സേവകരുണ്ട്. ഇങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ മൊത്തം സ്വാഹാഹ ആണെന്ന് എന്നോടൊരു സ്വയം സേവകൻ ആദ്യ കാലത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങോട്ട് കൊടുക്കുന്നത് മാത്രമേ അങ്ങോട്ടുള്ളൂ. അല്ലാതെ ഇങ്ങോട്ട് പാർട്ടി മാസശമ്പളം കൊടുക്കുന്ന പരിപാടി, രവി പിടിക്കുന്നതും
അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അല്ല, ഞാൻ ആലോചിക്കാറുണ്ട്, ഒരാൾക്ക് BJP ചേർന്ന ചിലപ്പം ഒരു പഞ്ചായത്ത് മെമ്പറോ കൗൺസിലറോ MLA ഒക്കെ ആകാം, അല്ലെങ്കിൽ മത്സരിക്കുകയെങ്കിലും ചെയ്യാം. RSS ചേർന്നാൽ എന്ത് കിട്ടാനാണ്? ഒന്നും കിട്ടാനില്ല അല്ലേ? സഹനം സഹനം സഹനം. അതെ, നമ്മൾ അവർ ഇപ്പോഴും അവർ പോകുമ്പോൾ അവർ ഒരാളുടെ വീട്ടിലല്ലേ താമസിക്കുക. അതെ അതെ. ഒരു സ്വയം സേവകൻ പോയാൽ വേറൊരു സ്വയം സേവകൻ്റെ വീട്ടിലാണ് താമസിക്കുക. പക്ഷെ നമ്മൾ സ്വയം സേവകരല്ലല്ലോ. പക്ഷെ നമുക്ക് രാമേന്ദ്രൻ പോകുമ്പോൾ ഇന്ന സ്വയം സേവകൻ്റെ വീട്ടിൽ താമസിക്കുന്ന ഒരു സ്വയം സേവകൻ നമ്മളോട് പറയാറില്ല. കാരണം അവർ തമ്മിലാണല്ലോ. അതുകൊണ്ട് ഇത് ഹോട്ടലുകളൊന്നും അല്ലല്ലോ. അവർ ഇവിടെയൊക്കെ എത്ര പേര് കൃഷ്ണപ്പ എന്നൊക്കെ പറഞ്ഞ സ്വയം സേവകനൊക്കെ വന്ന്, എത്രയോ പേര് ഭാസ്കർ റാവു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ അടിയന്തരാവസ്ഥ കാലത്തൊക്കെ ജയിലിൽ പോയി കിടക്കുന്ന സ്വയം സേവകരുടെയൊക്കെ വീട്ടിൽ ദിവസവും ഭക്ഷണം എത്തിച്ചുകൊണ്ടിരുന്ന ആളാണ് ഈ ഭാസ്കർ റാവു. മഹാരാഷ്ട്രയിൽ നിന്ന് വരികയാണ്, ഓഡിറ്റോറിയം അല്ലേ, മഹാരാഷ്ട്രയിൽ നിന്നൊക്കെ വരികയാണ് ഇവിടെയൊക്കെ പല സ്ഥലത്തും ഇത്തരം ആളുകൾ വന്നിട്ടാണ് ഇതൊക്കെ തുടങ്ങിയതും ഒക്കെ ഈ പ്രചരിപ്പിച്ചതും ഒക്കെ. ഇതിൽ നിന്ന് പ്രത്യേകിച്ചൊന്നും കിട്ടാൻ, ഇതൊരു സർവീസ് സംഘടന എന്നുള്ള നിലയ്ക്കാണ്, സാംസ്കാരിക സംഘടന എന്നൊക്കെ പറയാവുന്ന തരത്തിലാണ്. പക്ഷേ ഇതിനെ നശിപ്പിക്കാൻ ശ്രമിച്ച ഒരാളാണ് നെഹ്റു. പ്രത്യേകിച്ച് ഗാന്ധിവധത്തിൽ ഒരു പങ്കും RSSനില്ല. ഇത് ഈ സംഘടന ശരിയല്ല എന്നുള്ളതുകൊണ്ട് ഹിന്ദു മഹാസഭയിൽ പോവുകയും അതും ശരിയല്ല എന്നുള്ളതുകൊണ്ട് സ്വന്തമായി സംഘടന ഉണ്ടാക്കുകയും ചെയ്തിരുന്ന ഒരാൾ. അത് കഴിഞ്ഞ് ഈ അവസരം ഉപയോഗിച്ചിട്ട് നെഹ്റു ഇതിനെ നിരോധിക്കുകയാണ്. പിന്നെ പലരും കൂടി ശ്രമിച്ചിട്ട് ആഭ്യന്തരമന്ത്രി പട്ടേലായിരുന്നത് കൊണ്ട് പട്ടേലിൻ്റെയൊക്കെ ഒരു മേൽനോട്ടത്തിലാണ് ഇത് പിന്നെ രക്ഷപ്പെട്ടു വരുന്നത്. പിന്നെ ആരും ചർച്ച ചെയ്യാത്തൊരു കാര്യമാണ് മഹാരാഷ്ട്രയിലെ മൊത്തം ഈ ചിത്പവൻ ബ്രാഹ്മണനാണല്ലോ ഇയാളും, മോഹൻജി ഭഗവത്. അപ്പോൾ ചിത്പവൻ ആ ഭാഗത്തുള്ളവരൊക്കെ അങ്ങനെയാണ്, പൂനെ, ഈ മഹാരാഷ്ട്ര. അപ്പോൾ ചിത്പവൻ ബ്രാഹ്മണരെ മുഴുവൻ കൂട്ടക്കൊല ചെയ്തു വന്നു കോൺഗ്രസ്സുകാരും അവരുടെ പിണിയാളുകളായ ഇസ്ലാമിസ്റ്റുകളും ജിഹാദിസ്റ്റുകളും ഒക്കെ. ചിത്പവൻ ബ്രാഹ്മണർ കഴിഞ്ഞപ്പോൾ മറ്റ് ബ്രാഹ്മണരിലേക്ക് ദേശാസ്ഥ തുടങ്ങി. ആ ആളുകളിലേക്ക് കൂട്ടക്കൊല ചെയ്യാൻ തുടങ്ങി. ഒരു 2-3 മാസം വലിയ സിനിമാ സംവിധായകരും നിർമ്മാതാക്കളും ഒക്കെ കൊല്ലപ്പെട്ടവരിൽ പെടും. സ്റ്റുഡിയോ ഉടമകൾ, സാംസ്കാരിക നായകരും ഒക്കെ പെടും. ഒരു 2-2.5 ലക്ഷം ബ്രാഹ്മണരെ കൂട്ടക്കൊല ചെയ്തിട്ടുണ്ട് മഹാരാഷ്ട്രയിൽ. ഇതാരും ചരിത്രത്തിലുള്ളടത്തുമില്ല, ആരും ആരോടും പറയുന്നില്ല. പുസ്തകവും ആരും ഇതുവരെ എഴുതിയിട്ടില്ല. എഴുതേണ്ട ഒരു പുസ്തകമാണ്. ഇങ്ങനെ ഈ കൂട്ടക്കൊലയൊക്കെ നെഹ്റുവിൻ്റെ ഒരു എന്താ പറയുക അധ്യക്ഷതയിൽ നടക്കുന്നതാണ്. അതെ, എന്തൊക്കെ സഹിച്ചു 100 വർഷത്തിനുള്ളിൽ സംഘം അല്ലേ, സംഘപ്രവർത്തകർ. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ചിത്പവൻ ബ്രാഹ്മണരും ഒക്കെ അല്ലേ RSSന്റെ ഒരു നെടുന്തൂണായിട്ട് നിന്നതാണ്. അതാ ഞാൻ ഈ കൂട്ടക്കൊലയുടെ കാര്യം പറഞ്ഞ ബ്രാഹ്മണര്. ഈ ചിത്പവൻ ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ പോരാളികളാണ്. 1857 സവർക്കർ, മംഗൾ പാണ്ഡെ, സാവർക്കർ, റാണി ലക്ഷ്മിബായി, ഇതൊക്കെ ദേശാസ്ഥ ബ്രാഹ്മണരോ ചിത്പവനോ ഒക്കെയാണ്. പ്രധാനമായിട്ടും ചിത്പവൻ. എന്താണെന്ന് വെച്ചാൽ ഇവർ പേഷ്വമാർ ഈ ബ്രാഹ്മണരാണ്. ശിവാജിയുടെ കൊച്ചുമകൻ്റെ ഒക്കെ ഭരണകർത്താക്കളും പ്രധാനമന്ത്രിയായിരുന്നവർ. ഇവർക്ക് പോരാട്ടം ഉള്ളത് കൊണ്ട് ഇവരെ പിന്നെ ബ്രിട്ടീഷുകാർ പുറത്താക്കുമ്പോഴാണ് ഇവർ നോർത്തിലേക്ക് പോകുന്നത്. റാണി ലക്ഷ്മിബായി ഇങ്ങനത്തെ ആളുകളൊക്കെ. എന്നിട്ട് അവിടെ പോയി നടത്തുന്ന സമരമാണ് ഈ 1857. അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ശിപ്പായി ലഹള എന്ന് വിളിച്ചത്. സാവർക്കറാണ് അത് സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞിട്ട് പുസ്തകം എഴുതുന്നത് 25-ാം വയസ്സിലോ മറ്റോ. അത് മാനുസ്ക്രിപ്റ്റ് തന്നെ നിരോധിച്ചു കളഞ്ഞു അതിൻ്റെ. എന്നിട്ടും വിദേശത്ത് ഇറക്കുകയാണത്. അപ്പോൾ ഇവരെയാണ് അന്ന് കൂട്ടക്കൊല ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ നെടുന്തൂൺ എങ്ങനെയാണ് പോരാളികളായ ബ്രാഹ്മണരെ മുഴുവൻ കൊന്നുകളയാന്ന് നെഹ്റു തീരുമാനിക്കുന്നു. എന്നിട്ട് നെഹ്റു പ്രോസിക്യൂട്ടറെ വിളിച്ച് പറയുന്നു, നമ്മൾ ഗാന്ധിവധത്തിൻ്റെ രേഖകൾ നോക്കുമ്പോൾ ആ സാവർക്കറിനെ എങ്ങനെയെങ്കിലും ഇതിൽ പ്രതിയാക്കണം കേട്ടോ എന്ന് പറയുകയാണ് നെഹ്റു വിളിച്ചു പറഞ്ഞു. അയാൾ പിന്നീട് വെളിപ്പെടുത്തിയിട്ടുണ്ട്, ഈ അഭിഭാഷകൻ പ്രോസിക്യൂട്ടറായിരുന്ന ആൾ. ഇങ്ങനെ വലിയ പരീക്ഷണ ഘട്ടങ്ങൾ അതിന് ഒരുപാട് അതിൽ കൂടി. പക്ഷെ അതെപ്പോഴും എവിടെ വെള്ളപ്പൊക്കം ഉണ്ടായാലും, കൊയിനാഭൂണ്ടായാലും, എവിടെയായാലും സേവാഭാരതി എന്ന് പറഞ്ഞുള്ള സംഘടനയൊക്കെ ഒന്നും അത് ഇൻക്ലൂസീവാണ്. ഇതിൻ്റെ അകത്ത് ഈ RSSനെ പറ്റിയിട്ട് ആദ്യത്തെ പോസിറ്റീവായിട്ടുള്ള പുസ്തകം ഞാൻ കഴിഞ്ഞ ദിവസം മേടിച്ചിട്ടുള്ളൂ. കാരണം ഇപ്പോൾ അത് വീണ്ടും ഇറങ്ങിയതുകൊണ്ട് ഫാദർ ഇലഞ്ഞിമറ്റം ആണ് RSS ഒരു ഭയങ്കര സംഘടനയാണെന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം എഴുതി. ഫാദർ ഇലഞ്ഞിമറ്റം ദ ഹിന്ദു
റിവൈവൽ RSS എന്ന് പറഞ്ഞിട്ട്. അത് ശരി. ഫാദർ പുസ്തകം ഇപ്പോൾ പ്രിന്റ് കിട്ടും. ഇപ്പൊ അത് വീണ്ടും ഇറക്കിയിട്ടുണ്ട്. പ്രഭാത് പ്രകാശൻ എന്ന് പറഞ്ഞിട്ട് നോർത്ത് ഇന്ത്യയിലെയാണ്. ഇംഗ്ലീഷിലും ഇറക്കിയിട്ടുണ്ട്, അവർ ഹിന്ദിയിലും ഇറക്കിയിട്ടുണ്ട്. ഫാദർ ഇലഞ്ഞിമറ്റ ഒരു ക്രിസ്ത്യൻ പുരോഹിതനാണ്. ഇത് പോസിറ്റീവാണെന്ന് പറഞ്ഞു. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ സുഹൃത്ത് ജേക്കബ് തോമസ് പ്രചാരക്കായില്ലേ എന്ന് പറഞ്ഞതുപോലെ ജസ്റ്റിസ് KT തോമസ് അതെ 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 ഇങ്ങനെ 1000 നാവാണ് സംഘത്തെക്കുറിച്ച് പറയുമ്പോൾ. അപ്പം അതുകൊണ്ട് ഇത് കുറേയും കൂടി ഇപ്പം ഇതിനെ ആളുകൾ മനസ്സിലാക്കി വരുന്ന ഘട്ടം കൂടിയാണ് ഈ 100-ാം വർഷം. കൂടുതൽ ശാഖകൾ വരുന്നു. ഇതിന് സ്ത്രീകളുടെ സ്വയം സേവിക സംഘടനയും ഒക്കെ ഉള്ളതാണ്. അല്ല, ആളുകൾക്ക് മനസ്സിലാവുന്നു സംഘമില്ലെങ്കിൽ ഭാരതമില്ല എന്ന്. അതെ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതില്ലായിരുന്നെങ്കിൽ ഇതിന് സത്യത്തിൽ ആദ്യം രാഷ്ട്രീയാധികാരമൊന്നും ഇതിൻ്റെ മനസ്സിൽ പോലും ഇല്ലല്ലോ. ആകെ 13 പേരും ആയിട്ടുമൊക്കെ 2 പേരുമായിട്ടും ഒക്കെ ഇത് ജനസംഘം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നല്ലോ. പക്ഷെ ഇതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്നുള്ളത് ഇപ്പോൾ ആളുകൾക്ക് കൃത്യമായി. ഇല്ലെങ്കിൽ ഇതില്ലായിരുന്നുവെങ്കിൽ ഇസ്ലാമിൻ്റെ കയ്യിലാകുമായിരുന്നു. അത് എല്ലാവർക്കും ബോധ്യപ്പെടുന്നു. കേരളം എത്രയോ നേരത്തെ പരസ്യമായി സമ്മതിക്കാത്തവരും രഹസ്യമായി പറയുന്നവരുണ്ട്. അതെ, RSS ഇല്ലായിരുന്നെങ്കിൽ ചിന്തിക്കാൻ പോലും പറ്റില്ല. അതെ അതെ. അതുവഴി സത്യത്തിൽ നമ്മളിപ്പോൾ സംസാരിക്കുന്ന അദ്വൈതം പോലും ഒക്കെ നമ്മൾ ഈ ഒരു വഴി കൂടിയാണല്ലോ മനസ്സിലാക്കുന്നത്. കുറേയും കൂടി ഈ സ്വയം സേവകരും കൂടി ഈ രാമായണം, മഹാഭാരതം, ഇതിഹാസം, ഉപനിഷത്തുക്കൾ കൂടുതലായി പഠിച്ചാൽ നല്ലതാണെന്ന് അവരെ കൂടുതൽ അറിയാവുന്നതുകൊണ്ട് എനിക്ക് തോന്നാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഈ ആശയവുമായിട്ട് കൂടുതൽ നടക്കുന്നുണ്ടെങ്കിലും അതിൽ വ്യാപൃതരാണെങ്കിലും ഇത്തരം ഇതിഹാസങ്ങളും കൂടി ഹിന്ദുക്കളുടെ കൂടുതലായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ കുറേയും കൂടി അവർക്ക് ചെയ്യാനുണ്ടാവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.